ജോസ് കെ മാണിയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരുമെല്ലാം തന്നെ. കേരള കോൺഗ്രസ് മാണി വിഭാഗം UDF-ൽ എത്തുമെന്ന വാർത്തകൾ സജീവമാകുമ്പോൾ അതിനുള്ള സാധ്യതകളെക്കുറിച്ചാണ് ചർച്ചകൾ നടക്കുന്നത്. ജോസ് കെ മാണിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും LDF-നുള്ളിൽ വലിയ അടിമത്വം നേരിടുന്നുവെന്നും നമുക്ക് പറ്റിയത് UDF തന്നെയാണെന്നും ഭൂരിഭാഗം പ്രവർത്തകരും പറഞ്ഞു തുടങ്ങിയതോടെ CPM-ന് വലിയ ഭയം വന്നിരിക്കുന്നു, ഒപ്പം ജോസ് കെ മാണിക്കും. അതുകൊണ്ട് തന്നെ CPM എടുത്തിരിക്കുന്ന നിലപാടും പ്രവർത്തകർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശവും ഇങ്ങനെയാണ്. അതായത് എന്ത് പ്രകോപനമുണ്ടായാൽ പോലും കേരള കോൺഗ്രസിനെ ഒരു വാക്കുകൊണ്ട് പോലും ഉപദ്രവിക്കരുത് എന്നുള്ളതാണ്. പതിറ്റാണ്ടുകളോളം ഒപ്പം നിന്ന UDF മുന്നണിയെ വെറുമൊരു ജില്ലാ പഞ്ചായത്തിന്റെ പേരിൽ വഴിയിൽ ഉപേക്ഷിച്ചു പോയ മാന്യന്മാരാണ് ജോസ് കെ മാണിയും സംഘവും. അതുകൊണ്ട് അത്രയും പോലും കാരണം വേണ്ട അവർക്ക് LDF ഉപേക്ഷിച്ചു പോകാൻ എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് എന്തു പറഞ്ഞാലും ചെയ്താലും മാണി ഗ്രൂപ്പിനെ നോവിക്കരുത് എന്നതാണ് CPM-ന്റെ നിർദ്ദേശം. മാത്രമല്ല, പാലാ മണ്ഡലം കഴിഞ്ഞാൽ ജോസ് കെ മാണി ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന കടുത്തുരുത്തി സീറ്റ് ജോസ് കെ മാണിക്ക് നൽകാനും LDF-ൽ താല്പര്യമുണ്ട് എന്നറിയിച്ചിരിക്കുകയാണ്. അത് അദ്ദേഹത്തെ പിടിച്ചു നിർത്താനുള്ള ഒരു മാർഗമാണ്. കടുത്തുരുത്തിയിലാണെങ്കിൽ ജോസഫ് ഗ്രൂപ്പിലെ മോൻസ് ജോസഫാണ് ഇന്ന് നിലവിലെ MLA. ചരിത്രം പരിശോധിച്ചാൽ അറിയാം, 40,000-ന് മുകളിലെല്ലാം ഭൂരിപക്ഷത്തിൽ മോൻസ് ജോസഫ് ജയിച്ച ഒരു മണ്ഡലമാണ് അത്. എന്നാൽ നിലവിൽ 2021-ൽ വെറും 4,000-ൽ ചില്ലാനം വോട്ടിന് കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ് മോൻസ് ജോസഫ്. കാലാകാലങ്ങളായി മോൻസ് ജോസഫ് എന്നൊരു പേരിനോട് വന്നിരിക്കുന്ന ഒരു ആവർത്തന വിരസതയാകാം ഇതിനെ കാണേണ്ടി വരും. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിക്ക് കടുത്തുരുത്തിയിൽ മത്സരിക്കാൻ താല്പര്യം വർദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പാർട്ടി LDF-ൽ തന്നെ ഉണ്ടാകുമോ എന്നാണ് ഇനിയും വ്യക്തമായിട്ടില്ലാത്തത്. അവിടെയാണ് ഇനിയുള്ള നീക്കങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. കേരളത്തിലെ മുന്നണി സംവിധാനങ്ങളിലുള്ള പ്രത്യേകത പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ ഉള്ളത്. LDF-നെ നിയന്ത്രിക്കുന്ന CPM-ഉം UDF-ന് നേതൃത്വം നൽകുന്ന കോൺഗ്രസും ഇപ്പോൾ അജഗജാന്തരം വ്യത്യാസം വന്നിരിക്കുന്നു ഈ രാജ്യത്ത് എന്നുള്ളതാണ് ജോസ് കെ മാണിയെ അലട്ടുന്നത്. അതായത് കേരളത്തിൽ പരാജയത്തിന്റെ വക്കിൽ നിൽക്കുന്ന CPM ഇവിടെ തോറ്റാൽ അതോടെ തീരും ആ പാർട്ടി. എന്നാൽ കോൺഗ്രസ് അങ്ങനെയല്ല. ഈ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും ഭരണത്തിലെത്തുകയാണ്. ഒപ്പം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് തന്നെ ശക്തമാണ് കോൺഗ്രസ്. ക്രൈസ്തവ സഭകളുടെ പിന്തുണയിൽ മാത്രം പ്രതീക്ഷകൾ വെക്കുന്ന കേരള കോൺഗ്രസിന് ഈ രാജ്യം മുഴുവൻ ക്രൈസ്തവരുടെ പ്രിയപ്പെട്ടവനായി മാറിയ രാഹുൽ ഗാന്ധിയെ ധിക്കരിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ വരികയാണ്. മാത്രമല്ല, ഏറ്റവും പ്രധാനം, ഒരിക്കൽ കൂടി പിണറായി വിജയനൊപ്പം നിൽക്കുകയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽക്കുകയും ചെയ്താൽ CPM-നൊപ്പം തന്നെ ഇല്ലാതാകാൻ പോകുന്ന ഒരു പാർട്ടിയായി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും മാറും എന്നുറപ്പാണ്. അങ്ങനെ വന്നാൽ പ്രവർത്തകരില്ലാതെ ജോസും സംഘവും വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകുമെന്നുള്ളതും ഉറപ്പിച്ചിരിക്കുന്നു. മുന്നണി വിടില്ല എന്ന് ജോസ് കെ മാണിയും മന്ത്രി റോഷി അഗസ്റ്റിനും ആവർത്തിച്ചു പറയുന്നുണ്ടെങ്കിലും അത് പിടിച്ചു നിൽക്കാൻ വേണ്ടി മാത്രം പറയുന്ന ഒരു അടവായി എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. കൂടുതൽ നിർബന്ധം പിടിച്ചാൽ മറ്റൊരാളും പാർട്ടിയിൽ കാണില്ല എന്നും തങ്ങളുടെ കൈപ്പിടിയിൽ ഇനി കേരള കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ടാകില്ല എന്നും അവർ ചില റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കിയിരിക്കുന്നു. ആ തിരിച്ചറിവിന്റെ ധർമ്മസങ്കടത്തിലാണ് അവർ ഉള്ളത്. ഏതായാലും UDF-ലായാലും LDF-ലായാലും ഒരുപക്ഷെ ജോസ് കെ മാണിക്ക് പരിഗണന ലഭിക്കുമെങ്കിലും പ്രവർത്തകരെ ഒപ്പം ചേർക്കാൻ UDF മാത്രമാണ് ഏക വഴി എന്നുള്ളതാണ് അവർക്ക് കിട്ടിയ റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത്. അതായിരിക്കും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും സംഭവിക്കുക എന്ന റിപ്പോർട്ടുകളാണ് കേരള കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് തന്നെ നൽകുന്ന സൂചന.